പടം വളരെ നല്ല പടമാണ്. എനിക്ക് സെക്കൻഡ് ഹാഫ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര കുറച്ച് എക്സെൻട്രിക്കായി തോന്നി, ലോജിക്കലായി തോന്നി, ഇറങ്ങാൻ വേണ്ടിയിരുന്നതാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളി, നല്ല മെസ്സേജ് ഉണ്ട്. വിപിനാക്ട് ഒരു ജീനിയസ് ആണ്, മനസ്സിലായി. ഇയാളുടെ ഹോംലി മീൽ നല്ല പടമായിരുന്നു, ഒരു ജീനിയസ് വർക്കാണ്. സെക്കൻഡ് ഹാഫിൽ ശരിക്കും നല്ല മെസ്സേജ് ഉണ്ട്. സഭയും റിലീജിയനെയും ഇങ്ങനത്തെ ദൈവത്തെ കച്ചവടമാക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാം കൊണ്ട് നല്ല പടം, എല്ലാം തിയേറ്ററിൽ പോയി കാണും. മെയിനായിട്ട് ക്രിസ്ത്യാനിറ്റിയിലെ ഈ സഭയുടെയും റിലീജിയൻ്റെ കാബഡിയാണ് കാണിക്കുന്നത്. അത് നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫിൽ നന്നായി കാണിക്കണം. നല്ല ഫിലിമാണ്. ഈ പടത്തിൽ മൂപ്പരന്നെ നായകനും മൂപ്പരന്നെ എൻ്റെ റൈറ്ററും സംവിധായകം എന്ന് പറയുമ്പോൾ തന്നെയാണ്. അതൊരു ഒന്നൊന്നര തൊലിക്കട്ടി. ദൈവങ്ങളെ കളിയാക്കുവാണ്. അല്ല, ദൈവങ്ങളെ കളിയാക്കല്ല. നമ്മൾ ഓരോ രാജ്യത്തും ദൈവങ്ങളെ വെച്ചിട്ട് ഒരുപാട് ഉടായ്പുള്ള ടീമുകളാണ്. ഹാലേലൂയ മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് കുറെ ടീമുകളുണ്ടല്ലോ, പള്ളിയും പട്ടക്കാരും. അതിനൊക്കെ ഒരു ന്യായീകരിച്ചിട്ടുള്ളത് ദൈവമുണ്ട്, അത് സത്യ. പക്ഷെ അത് നമ്മള് വില എടുക്കല്ല വേണ്ടേ. അപ്പൊ നമ്മള് അതിനെ പറ്റിയിട്ടൊക്കെ ഒരു സ്റ്റോറിയാണ് ഇത്. കളിയാക്കലും പിടിക്കലൊന്നല്ല, ദൈവമുണ്ട് എന്നുള്ളത് സത്യമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ, അതാണ് പടത്തിന്റെ പേര്. ആൻഡപ്പൻ എന്ന് പറഞ്ഞ പേര്. നമ്മളിപ്പോ കർത്താവിന് ഇപ്പൊ ഏതാ പേര് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഒരാട്ടിനാണ് മറ്റാന്ന് മറിച്ച അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. പക്ഷെ എല്ലാം നന്നായിട്ടുണ്ട്. എടുത്തു വെച്ച സാധനമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു കോമഡി സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്ക് പലരും പറഞ്ഞു കേട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ഒക്കെ വരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു സാധനമല്ല. പക്ഷെ എങ്കിലും എല്ലാത്തിലും ഉണ്ട് നന്മയും തിന്മയും ഒക്കെ. അപ്പൊ അതില് ചില ഇടങ്ങളിലുള്ള അല്ലെങ്കിൽ ഇടങ്ങളിലുള്ള തിന്മയെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനൊരു എല്ലാവരും അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല ഇത് കണ്ടിട്ട് ഈ പടം കണ്ടു കഴിയുമ്പോൾ അവർക്ക് അറിയാം എന്തെങ്കിലും മനസാന്തരം വന്ന് നല്ലൊരു ചിന്തയിലേക്ക് മാറുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു കൺസെപ്റ്റ് തയ്യാറാക്കിയ വിപിനാട്ടിലിയോട് ഒരുപാട് നന്ദിയാണ്. അതിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ തോന്നിയതിനോട് ഒരുപാട്. ബൈബിളുമായിട്ടല്ല, എല്ലാ വിശ്വാസങ്ങളായിട്ടും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഈ സിനിമയിൽ കാണിച്ച പോലെ ഉണ്ട്. അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കോൺട്രവേഴ്സി ആവും. ഇതൊരു കോമഡി പോലെ നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. കോമഡി, ഒരു കോമഡിയായിട്ട് കോമഡിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രേക്ഷകര് കാണുന്നതാണ് ഇതിന്റെ കാഴ്ച. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടാവും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഇതൊരു സ്പിരിച്വൽ കോമഡി ആയതുകൊണ്ട് PK മൂവിയൊക്കെ വന്നപ്പോൾ നമ്മൾ ആസ്വദിച്ച സിനിമയാണ്. ഒരുപാട് കോൺട്രവേഴ്സീസ് അതിലുണ്ടല്ലോ. എനിക്ക് അതിന്റെ ഒരു ചായയാണ് ഈ സിനിമയിലുള്ളത്. അപ്പൊ അതുപോലെ പ്രേക്ഷകർ എടുക്കുന്നു വിചാരിക്കുന്നു. നല്ലൊരു പടം, നല്ലൊരു മെസ്സേജ് ആയിരുന്നു. മൊത്തത്തിൽ അടിപൊളിയാണ്. എന്തായിരുന്നു ഇതിനെ കുറിച്ച് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ഒരു ക്രൈസ്തവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം കൂടുതലായിട്ട് ആ ഒരു പാറ്റേൺ ഉള്ളവർക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാം. എന്താണ് അതിനെതിരെയാണോ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ? അല്ല, അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സപ്പോർട്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി ഒരു നല്ല മെസ്സേജ് ആണ്. അടിപൊളി മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീസസ് ഈ കറന്റ് ഈ സമയത്ത് സ്റ്റിൽ നൗ ജീസസ് ഭൂമിയിൽ വന്നാൽ എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചുള്ളൊരു കോമിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സാധനമാണ്. ചോദിച്ചോണ്ട് അതിൽ പാടിയിട്ടുണ്ട്.